ചെറുപ്പം മുതലേ ഈ ഫുഡിൻ്റെ നീഡ് നമുക്ക് അറിയാം. ഒരു ഫുഡ് ഇല്ലെങ്കിൽ ആൾക്കാർ എങ്ങനെ ബിഹേവ് ചെയ്യുന്നുള്ളൂ. കാരണം പല ആൾക്കാരും സൈക്കിക് പ്രശ്നങ്ങളുണ്ടാവും. വഴിയിലൂടെയൊക്കെ നടന്നു പോകുമ്പോൾ നമ്മൾ സേഫ് ആവാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ ആൾക്കാർ വിശപ്പാണ്. വിശപ്പാണ് ആൾക്കാർ ക്രൈം ചെയ്യാനുള്ള ഒരു ടെൻഡൻസി. ഈ പെറ്റി ക്രൈംസ് ഒക്കെ ഉണ്ടല്ലോ, മാല പറിച്ചുകൊണ്ട് പോവുക, ആൾക്കാർ പെണ്ണുങ്ങളെ തട്ടിയിട്ടിട്ട് അത് പറിച്ചുകൊണ്ട് ബാഗ് തട്ടി പറിക്കുക. അപ്പോൾ എത്രയും ക്രൈംസൊക്കെ ശരിക്കും പറഞ്ഞാൽ വിശപ്പിന് പുറത്ത് വരും. വിശപ്പ് പുറത്ത് വരുമ്പോൾ ആൾക്കാരുടെ മൈൻഡ് സെറ്റ് മാറും. ഭയങ്കര ഒരു ഫുള്ളി അലേർട്ടല്ല അവർ. അപ്പോൾ എപ്പോഴും ഒരു ഭയങ്കര ഇറിറ്റബിളും പിന്നെ എന്താണ് അവർ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ചാരിറ്റി അതിൻ്റെ കറക്റ്റ് ബെനിഫിഷ്യറിലേക്ക് എത്തണം. അത് ചുമ്മാ കള്ളുപിടിച്ച് നടക്കുന്ന ജോലിയില്ലാതെ ഒരുത്തന്നെ കൊണ്ടുപോയി കുറേ ഭക്ഷണം മേടിച്ചു കൊടുക്കുന്ന ചാരിറ്റി അല്ല. നമ്മളവനെ സ്പോയിൽ ചെയ്യുക ചെയ്യുന്നത്. നമ്മൾ കൊടുക്കുന്ന അമൗണ്ടിന് അങ്ങേർക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവും. അതിൻ്റെ ഫ്യൂച്ചറിലേക്ക് അതിന് ഹെൽപ്പ് ചെയ്യും. വീട് പണിത് കൊടുക്കുക, വീടില്ലാത്തൊരു വീട് പണിത് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ജോലി ഉണ്ടാക്കി കൊടുക്കുക. അതൊക്കെയാണ് ചാരിറ്റിയുടെ കൺസെപ്റ്റ്. ചില ആൾക്കാരുണ്ട് ഒരു ഇൻകം ബില്ലും കിട്ടുന്ന മുഴുവൻ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. അങ്ങനത്തെ ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെപ്പോഴും അവരുടെ സ്വന്തക്കാരെയും എൻഡേഞ്ചർ ചെയ്യുക. കാരണം അവരുടെ സ്വന്തം എല്ലാം കളഞ്ഞു കഴിഞ്ഞാൽ അവരെ സ്വയം എൻഡേഞ്ചർ ചെയ്യുക. അതൊരു നല്ലൊരു രീതിയല്ല. അതൊരു ബ്രെയിൻ്റെ ഡിഫക്റ്റാണ്. എനിക്ക് 5 സെന്റ് സ്ഥലം ഉണ്ടായിരുന്നു, അത് എടുത്തു കൊടുക്കുന്നത്. അങ്ങനെ പലരും ആൾക്കാരുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ബ്രെയിൻ ഡിഫക്റ്റാണ് ഓവർ ചാരിറ്റി. അത് ശരിക്കും ഒരു സൈക്കട്രിക് ഇൽനെസ് ആണ്. ഇങ്ങനെ കിട്ടുന്ന മുഴുവൻ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അവരവരുടെ കുടുംബം മൊത്തം നശിപ്പിക്കും. ഇന്ന് വളരെ പ്രത്യേകതയുള്ള ഒരു വ്യക്തിത്വമാണ്. ഒരു ന്യൂറോ സർജൻ പ്ലസ് സോഷ്യൽ ആക്ടിവിസ്റ്റും കൂടിയിട്ടാണ്. ഇതൊരു സോഷ്യൽ ആക്ടിവിസ്റ്റും അതുപോലെ പ്രൊഫഷനും ഒരു പാഷനായി കൊണ്ടു നടക്കുന്ന ആളുകളെ അധികം നമ്മൾ കണ്ടിട്ടില്ല. അത്തരത്തിലുള്ള ഒരാളാണ് ഡോക്ടർ അരുൺ ഉമ്മൻ. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. ശരിക്കും ഡോക്ടറുടെ ഒരു ജീവിതാനുഭവങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, ഒരുപാട് ഇൻ്റർവ്യൂസിലൊക്കെ വന്നിട്ടുണ്ട്. എത്യോപ്യയിലായിരുന്നു ജനിച്ചത് അല്ലേ? അതെ, എത്യോപ്യയിൽ. ലൈഫിലേക്ക് ഒരു ചേഞ്ച് കൊടുക്കുന്ന അവിടുത്തെ ആ ഒരു ആളുകളുടെ കഷ്ടപ്പാടൊക്കെ കണ്ടു വളർന്നതാണ് അല്ലേ? അതെ, ഞാൻ ജനിച്ചത് എൻ്റെ പേരൻസ് അവിടെ ടീച്ചേഴ്സായിരുന്നു. പണ്ടുകാലത്തൊക്കെ ഇന്ത്യയിൽ നിന്ന് ഒരുപാട്, കേരളത്തിൽ നിന്ന് എസ്പെഷ്യലി ഒരുപാട് പേര് ആഫ്രിക്ക രാജ്യങ്ങളിൽ പോയി പഠിപ്പിക്കാൻ പോകുമായിരുന്നു. എൻ്റെ ഭാഗമായിട്ട് എൻ്റെ പേരൻസ് എത്യോപ്യയിൽ പഠിപ്പിക്കാൻ പോയ സമയത്താണ് ഞാൻ ജനിച്ചത്. ആ സമയത്ത് ജനിച്ചു. അത് 3 വയസ്സ് വരെ എത്യോപ്യയിലായിരുന്നു. പിന്നെ ഞാൻ നൈജീരിയയിലായിരുന്നു. നൈജീരിയയിലേക്ക് പേരൻസ് ട്രാൻസ്ഫറായി. 6ാം ക്ലാസ് വരെ നൈജീരിയയിലായിരുന്നു. അപ്പം ബേസിക്കലി അവിടുത്തെ ആൾക്കാരെന്നൊക്കെ പറഞ്ഞാൽ വളരെ ബിലോ പോവർട്ടി, നമ്മളങ്ങനത്തെ ഒരു ദാരിദ്ര്യം നമ്മൾ കാണത്തില്ല. അതുപോലെ വളരെ പുവർ സാഹചര്യങ്ങൾ, വളരെ പരിമിതമായ സാഹചര്യങ്ങളിൽ വളരുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് ബേസിക് എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസത്തെ ഭക്ഷണം മാത്രമുള്ള വിഷം മാറ്റും എന്നുള്ളത്. പ്രോപ്പർ ഡ്രസ്സ് പോലും കാണത്തില്ല. എഡ്യൂക്കേഷനൊക്കെ അവരുടെ വലിയൊരു ലക്ഷറി പോലെയാണ് അവിടുത്തെ സിസ്റ്റം. അപ്പം ഞാൻ അത്യാവശ്യം പേരൻസ് ടീച്ചേഴ്സ് ആയതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ ദാരിദ്ര്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അവിടുത്തെ ഒരു മിഷണറി സ്കൂളിലാണ്, നൈജീരിയയിൽ 3ാം വയസ്സിൽ അവിടെ പോയി. അവിടുത്തെ ഒരു മിഷണറി സ്കൂളിലാണ് ഞാൻ 6ാം ക്ലാസ് വരെ പഠിച്ചത്. ഒരു നേരത്തെ ഭക്ഷണം എന്ന് പറയുമ്പോൾ അവിടുത്തെ ആ ഒരു കൾച്ചറൊക്കെ എങ്ങനെയാണ്? അവിടുത്തെ ഭക്ഷണം എന്തൊക്കെ ഭക്ഷണങ്ങൾ എങ്ങനെയാണ്? ബേസിക്കലി അവിടുത്തെ ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോലെ ഒരു 3 നേരം കൃത്യം അങ്ങനത്തെ ഒരു രീതിയല്ല അവിടെ. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടുന്നോ അതപ്പം കഴിച്ച് വിശപ്പ് മാറ്റുക എന്നുള്ളതാണ്. ചിലപ്പോൾ ഒരു ദിവസം ഒരു തവണയൊക്കെ അവർക്ക് കിട്ടാറുള്ളൂ. ആൾക്കാർക്കൊക്കെ ഒരു ദിവസം ഭക്ഷണമില്ലാതെ പിടിച്ചേക്കാൻ പറ്റത്തില്ല. അപ്പം ഒരു നേരമെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അവർ അത്രയും അവരുടെ മനസ്സൊന്ന് ശാന്തമാവും. കാരണം വിശപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ പല ഫ്രസ്ട്രേഷൻ ട്രിഗർ ചെയ്യും. ഇറിറ്റേഷൻ, നമ്മളൊക്കെ ഭയങ്കരമായിട്ട് നമ്മളെ പ്രാന്തമാരാക്കാൻ കഴിവുള്ളൊരു സംഭവമാണ് അമിതമായ വിശപ്പ്. അപ്പോൾ അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്നുള്ളതാണ്. കിട്ടുമ്പോൾ കഴിക്കാന്ന് വെച്ചാൽ ഈ കാട്ടിലെ മൃഗങ്ങളുടെ തുല്യമായിട്ടുള്ള ജീവിതമാണ്. അതെ, അങ്ങനത്തെ ആൾക്കാരാണ് ആ സമയത്ത്. അങ്ങനത്തെ അത്രയും ദാരിദ്ര്യമാണ്, ഒന്നുമില്ല, ഒരു റിസോഴ്സസും ഇല്ല അവിടെ. അപ്പം അങ്ങനത്തെ ഒരു ജീവിതം നമ്മൾ കണ്ടു വളർന്ന ഒരാളാണ്. വയലൻസ് ആണോ അവിടെ? വയലൻസ്, ഫുഡിന് വേണ്ടിയുള്ള വയലൻസ് ആണ്. ഇപ്പോൾ ഒരു ന്യൂറോ സർജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇഷ്ടം പോലെ ജോലി ഭാരം ഉണ്ടാവും, അതിൻ്റെ ഒരു സ്ട്രെസ് ഉണ്ടാവും. അതായിട്ട് ലൈഫ് അങ്ങനെ നമ്മൾ ഞാനൊരു റോട്ടറിയനാണ്. അപ്പോൾ റോട്ടറി ക്ലബ്ബിലെ കുറേ ഡോക്ടേഴ്സിലുണ്ട്, അവരുടെ ഒരു ജോലി ഭാരമൊക്കെ അറിയുന്നതാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഇത്രയും ചാരിറ്റി ഒക്കെ ചെയ്യാൻ, അല്ലെങ്കിൽ ഇത്തരം കുറേ സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്യാനുണ്ടായ ഒരു കാരണം മുമ്പ് അനുഭവിച്ച അല്ലെങ്കിൽ മുമ്പ് കണ്ടുവന്ന കുറേ പ്രശ്നങ്ങളാണ്. അപ്പോൾ എത്യോപ്യയിലേക്ക് തന്നെ ഒന്നുകൂടി പോകണമെന്നുണ്ട്. എത്യോപ്യയിലെ ജീവിതം, അവിടുത്തെ ആളുകളുടെ ജീവിതം കണ്ടിട്ടല്ലേ ഇങ്ങനെ ഒരു സാമൂഹ്യ പ്രവർത്തനം ചെയ്യണമെന്ന് തോന്നി? എത്യോപ്യയിൽ 3 വർഷം ശേഷം നൈജീരിയയിലാണ് 3 വയസ്സ് മുതൽ ഒരു 11 വയസ്സ് വരെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ജീവിതാനുഭവങ്ങൾ? അതെ, അവിടെ ഞാൻ ചെറുപ്പം മുതലേ കാണുന്ന കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആൾക്കാർക്കൊന്നും പഠിക്കണമെന്നൊന്നുമില്ല. അങ്ങനെ ഒരു സാഹചര്യം ഇല്ല. അപ്പം ചെറുപ്പം മുതലേ ഞാൻ കാണുന്ന ഒരു സാഹചര്യം വെച്ചാൽ അവിടെ കുട്ടികളെല്ലാം അവിടെയുള്ളവരെ കുട്ടികൾ ഒരുമിച്ചിരുന്ന് ഫുഡിന് വേണ്ടി തെണ്ടുന്ന ഒരു അവസ്ഥയാണ്. റിയലി തെണ്ടലാണ്. അപ്പോൾ അതിങ്ങനെ നോക്കുമ്പം ഒന്നെങ്കിൽ എന്തെങ്കിലും വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ അത് പറിച്ച് മാങ്ങ എന്തെങ്കിലുമൊക്കെ പറിച്ചു കഴിഞ്ഞു. പക്ഷേ ഈ അല്ലാത്ത ഈ എലി
അവർക്കറിയാം ഈ കുഴികളൊക്കെ കാണും. എന്നിട്ട് അവിടെ പോയിട്ട് അവർ തന്നെ കൈ ഇട്ട് വലിച്ചെടുക്കും. എല്ലിനെ അവർക്കറിയാം, എലി, പാമ്പ്, പിന്നെ അതുപോലത്തെ പട്ടി. അവിടെ പട്ടികളൊക്കെ അവർ പിടിച്ച് കഴുത്ത് അവർ തന്നെ നെക്കിക്കൊല്ലും. ഇങ്ങനെ പിടിച്ച് കൊന്ന് ഒരു പട്ടിനെ കിട്ടി കഴിഞ്ഞാൽ ഒരു 5-6 പേര് അവർ ചുട്ട്, അവർ വേറെ ഒന്നുമില്ല. പിന്നെ തീയിട്ട് ചുടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മസാല അങ്ങനത്തെ നമ്മുടെ രീതിയേ അല്ല. ചുടുക എന്നിട്ട് എല്ലാം കൂടി എടുത്ത് കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതങ്ങനെയൊക്കെയാണ്. ഞാനത് കണ്ടിട്ടുള്ള ആളാണ്. സ്ഥിരം അങ്ങനത്തെ ഒരു വളരെ നൈജീരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാപിറ്റൽ സിറ്റി ഒന്നുമില്ല. വളരെ അവിടുത്തെ ഒരു ഗ്രാമത്തിൽ വളരെ മിഷണറീസൊക്കെ മാത്രം അവിടെ റിഫൈൻഡ് ആൾക്കാർ തന്നെ വല്ലപ്പോഴും മിഷണറീസ് പോകുമ്പോഴാണ്. അങ്ങനത്തെ ഒരു വളരെ ഒരു ഗ്രാമത്തിൽ ആണ്, ഒരു സ്കൂളിലാണ് എൻ്റെ പേരൻസ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് സ്ഥിരം കാണുന്നത്. പിന്നെ അവിടെ ഉള്ളൊരു കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും അവരുടെ ഈ നമ്മളെപ്പോലത്തെ അത്ര ഒരു ഹൈഫൈ ലെവലൊന്നുമല്ല. കൃഷി, കപ്പ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇങ്ങനത്തെ കാഴ്ചകൾ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. ആകെ എൻ്റർടൈൻമെൻറ്റ് വേറെ ഒന്നുമില്ല, ആ കൂടി ഫുഡിന് വേണ്ടിയുള്ള ഇതാണ് മാത്രം. രാവിലെ തൊട്ട് ഫുഡ് ഹാൻഡ് ചെയ്താൽ പഴയ ഒരു നമ്മുടെ പഴയ സ്റ്റോൺ ഏജിലുള്ള പോലത്തെ ആൾക്കാരുടെ ഒരു നേച്ചർ അത് ആ സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ചെറുപ്പത്തിൽ. ഇപ്പോൾ അതൊക്കെ സാഹചര്യം മാറിക്കാണും, പക്ഷെ അത് ഞാൻ കണ്ടിട്ടുണ്ട്. 11 വയസ്സിന് ശേഷം ഡോക്ടർ ഇവിടെ നാട്ടിൽ സെറ്റിലായി. അതെ, അവിടുത്തെ പഠനത്തിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി പേരൻസ് തന്നെ ചൂസ് ചെയ്തപ്പോൾ നാട്ടിൽ വന്ന് പഠിപ്പിക്കുക എന്നുള്ള രീതിയിൽ അങ്ങനെ 7ാം ക്ലാസ് മുതൽ ഇവിടെ കണ്ടിന്യൂ ചെയ്തു. അതെ, MBBS എടുത്തു, ന്യൂറോ സർജനായി. MBBS എടുത്തു, അതിനുശേഷം MS ജനറൽ സർജനായിരുന്നു. പിന്നെ ന്യൂറോ സർജറി കംപ്ലീറ്റ് ചെയ്ത് അങ്ങനെ ഒരു 12-14 വർഷത്തെ ഒരു പ്രയത്നമായിരുന്നു ന്യൂറോ സർജൻ ആവാനായിട്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം ചോദിച്ചോട്ടെ, 14 വർഷത്തെ പ്രയത്നം എന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ ഒരു നീറ്റ് എഴുതുന്ന ഒരു കുട്ടി ഒരു 10 വർഷം 12 വർഷം എടുക്കും ഒരു ലൈഫ് സെറ്റിലാവാനും ഒരു എസ്റ്റാബ്ലിഷ്ഡ് ഡോക്ടർ ആവാനൊക്കെ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഈ ഒരു കാലത്ത് ചൈനയിലൊക്കെ നമ്മൾ ഈ റോബോട്ടിക് ഹോസ്പിറ്റലുകളൊക്കെ വരുന്നു എന്ന് പറയുന്നു. മനുഷ്യരേത് ഹോസ്പിറ്റലുകളൊക്കെ വരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഈ 10-12 വർഷം പഠിക്കുന്ന കുട്ടികളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ നമ്മളിപ്പോൾ വറിയിടാവുന്ന ഒരു കാര്യമാണ്. അത്രയും റിസ്ക് എടുത്തിട്ടാണ് ഒരു കുട്ടി ഡോക്ടർ ആവുന്നത്. അവരുടെ ഒരു 10 വർഷം കഴിഞ്ഞാൽ ഈ ഡോക്ടർ എന്ന് പറഞ്ഞ ആ ഒരു പൊസിഷൻ എന്ത് സംഭവിക്കും ശരിക്കും? ബേസിക്കലി പലർക്കും ഞാൻ കണ്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ AI വന്നു കഴിഞ്ഞാൽ അത് ഡോക്ടേഴ്സിനെ അല്ലെങ്കിൽ ഹ്യൂമൻസിനെ റീപ്ലേസ് ചെയ്യും എന്നുള്ള ഒരു ഇതാണ് ഞാൻ കേട്ടുള്ളത്. ആക്ച്വലി അത് തെറ്റാണ്. അങ്ങനെയല്ല. ബേസിക്കലി നമ്മൾ കാലം കൂടുന്തോറും നമ്മുടെ ഹ്യൂമൻസിനെ കുറിച്ചുള്ള അറിവ് കൂടിക്കൂടി വരും. ഇപ്പം നമ്മൾ ഒരു 100 കൊല്ലം മുമ്പുള്ള ഹ്യൂമൻ ബോഡിയെ കുറിച്ച് അറിവല്ല ഇപ്പോൾ ഉള്ളത്. അതുപോലെ ഇനിയൊരു 100 കൊല്ലം കഴിയുമ്പോൾ ഇതിലൊക്കെ ഒരുപാട് കൂടുതൽ അറിവ് വരും. ഇപ്പം എൻ്റെ ഒരു ബേസിക്കലൊരു കൺസെപ്റ്റിൽ നമ്മൾ ഹ്യൂമൻ ബോഡിയുടെ ഒരു ജസ്റ്റ് വളരെ 10% താഴെ പോലെ ഇപ്പോഴും അറിവായിട്ടുള്ളൂ. മനസ്സിലായില്ലേ? അപ്പം ഡെഫിനറ്റ്ലി ഈ ടെക്നോളജി ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, റോബോട്ടിക്സ് ഒക്കെ വരുമ്പം നമുക്ക് കൂടുതൽ ഈസി ആകുമ്പോഴേക്കും കൂടുതൽ കാര്യങ്ങൾ ടാക്കിൾ ചെയ്യാൻ പറ്റും. അത് ഇപ്പം നമ്മൾ കമ്പ്യൂട്ടർ യുഗം സ്റ്റാർട്ട് ചെയ്തപ്പോൾ അത് ഹ്യൂമൻസ് റീപ്ലേസ് ചെയ്യുന്ന പറഞ്ഞൊരു കോൺസ്പിറസി അന്ന് ഇറക്കിയായിരുന്നു. പലരും അതെ പലരുടെ ജോലി പോവും, അത് പ്രശ്നമാവും എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെയല്ല, നമുക്ക് കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ കൂടുതൽ നമ്മൾ റിഫൈൻഡ് ആക്കുക, നമ്മുടെ രാജ്യം പുരോഗമിക്കാൻ ഹെൽപ്പ് ചെയ്തൊരു സംഭവമാണ്. അതുപോലെ തന്നെ മൊബൈലിൻ്റെ പല ഇപ്പം സ്മാർട്ട് ഫോണൊക്കെ വന്നപ്പോഴേക്കും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കേണ്ടത്. അതുപോലെ സ്പീഡായി. അതെ, കാര്യങ്ങൾ സ്പീഡിൽ നടത്താൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പാർട്ട് ഓഫ് ഡെവലപ്മെൻറ്റാണ് നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും റോബോട്ടിക്സ് എന്നൊക്കെ പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ഡെവലപ്മെൻറ്റ് വരുന്നോ അതിനെ എംബ്രേസ് ചെയ്ത് മുന്നോട്ട് പോകുന്നുള്ളതാണ്. ഒരിക്കലും നമ്മളതിനെ റെസിസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. റെസിസ്റ്റ് ചെയ്തപ്പോൾ നമ്മൾ ആ ചിന്തകൾ ഇങ്ങനെ നിന്ന് നമ്മൾ അവസാനം ഔട്ട് ഓഫ് നോക്കിയൊക്കെ പറ്റുന്ന പോലെ. നോക്കിയ ആൻഡ്രോയിഡിനെ അക്സെപ്റ്റ് ചെയ്യാത്തതുകൊണ്ട് എന്ത് പറ്റി, നോക്കിയ കംപ്ലീറ്റ് ഫേസ് ഔട്ടായി. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്, പല കമ്പനീസും മോഡേൺ ടെക്നോളജിനെ എംബ്രേസ് ചെയ്തില്ലെങ്കിൽ ഫേസ് ഔട്ടായി പോകും. അപ്പം നമ്മൾ ഇതിനൊക്കെ എംബ്രേസ് ചെയ്ത് മുന്നോട്ട് തന്നെ പോകണം. അപ്പം ബേസിക്കലി കൂടുതൽ ഹ്യൂമൻ ബോഡീസിനെ വെച്ചുള്ള കൂടുതൽ അറിവ് നമുക്ക് അറിയാൻ പറ്റും. ഡയഗ്നോസൊക്കെ അക്യുറസി ആയിരിക്കും. കുറച്ചും കൂടി നല്ല ഡയഗ്നോസും ടൈം ചില പെട്ടെന്ന് കാര്യങ്ങൾ അറിയാൻ പറ്റും. ഇതുപോലെ ഒരു ടെസ്റ്റ് കൊടുത്താൽ 5-6 ദിവസം ഒന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒറ്റ സ്കാനിങ്ങിൽ ഇതിൽ പല ഡീറ്റെയിൽസ് കിട്ടുന്നു, പെട്ടെന്ന് ഡിസിഷൻ എടുക്കുന്നു. ആൾക്കാരുടെ ടൈം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അവർക്ക് കൂടുതൽ അപ്പം പല ട്രീറ്റ് ചെയ്യാൻ പറ്റാത്ത പല അസുഖങ്ങളും, ഇപ്പം ഫോർ എക്സാമ്പിൾ ക്യാൻസർ ആണെങ്കിലും ചിലപ്പം ടെർമിനൽ സ്ട്രോക്ക്, അങ്ങനത്തെ പല രീതിയിലുള്ള ഇപ്പം നമുക്ക് ക്യൂറേറ്റീവ് അല്ല, നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റാത്തെന്ന് വിചാരിക്കുന്ന പല അസുഖങ്ങളും ഭാവിയിൽ ക്യൂറബിൾ ആകാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണല്ലോ നമ്മൾ മെഡിക്കൽ സയൻസ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതങ്ങനെ ഓരോന്നിനും അതിൻ്റെ ഒരു സ്റ്റെപ്പുണ്ട്. അതിന് പെട്ടെന്ന് വരുന്ന കാര്യങ്ങളല്ല. അപ്പം പുതിയ ടെക്നോളജി വരുമ്പോൾ അതിന് കൂടുതൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുക ചെയ്യുന്നത്. അതൊരിക്കലും അതിനെ നമ്മൾ റീപ്ലേസ് ചെയ്യുന്ന ഒരു ഇതിലേക്ക് വരത്തില്ല. ഏഷ്യയിലെ ഏറ്റവും വലിയ സ്കൾ റീപ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു റീകൺസ്ട്രക്ഷൻ നടന്നു എന്നുള്ള ഒരു റിപ്പോർട്ട് വായിക്കേണ്ടായി. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? അത് ബേസിക്കലി അതൊരു കണ്ണൂരിലെ ഒരു പയ്യനായിരുന്നു, ഞാൻ പേര് പറയുന്നില്ല. അതൊരു 25 വയസ്സുള്ള ഒരു പയ്യനായിരുന്നു. അവൻ്റെ തലയിലൊരു എക്സ്റ്റെൻസീവ് ഫംഗൽ ഇൻഫെക്ഷൻ ഡെവലപ്പ് ചെയ്തു. അത് വളരെ ക്രിട്ടിക്കലായിട്ട് എന്ന് വെച്ചാൽ സ്കൾ കംപ്ലീറ്റ് ഫംഗൽ ഇൻഫെക്ഷൻ വന്ന് ഇങ്ങനെ ദ്രവിച്ചു പോകുന്ന ഒരു അവസ്ഥ.
അപ്പോൾ അത് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡൽഹിയിൽ പോയാണ് അവർ ആദ്യം ഇനിഷ്യൽ സർജറി ചെയ്തത്. അതിനുശേഷം സ്കൾ മൊത്തം അവർ റിമൂവ് ചെയ്തു, കാരണം ബോഡിയിലേക്ക് സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി. അങ്ങനെ കുറേ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് പിന്നെ അത് കൺട്രോൾ ചെയ്തു. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ബാക്കിയുള്ള സ്കള് റീകൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ പല ഇതിലും വന്ന അവസാനം നമ്മുടെ അടുത്തേക്ക് വന്നപ്പോഴേക്കും അതൊരു യൂണീക്ക് കേസാണ്. അങ്ങനെ മുമ്പ് ചെയ്യാത്തതുകൊണ്ട് അതൊരു യൂണീക്ക് കേസായിരുന്നു. അപ്പം പിന്നെ സ്കളിനെ അത്രയും സ്കൾ ഡിഫക്റ്റിനെ എങ്ങനെ നമ്മൾ റീകൺസ്ട്രക്ട് ചെയ്യുന്നുള്ള ഒരു രീതിയിൽ നമ്മൾ പൂനെ ബേസ്ഡ് ഒരു കമ്പനി അവരും അതും ചെയ്തിട്ടില്ല. അവരുമായിട്ട് ഇങ്ങനെ കോർഡിനേറ്റ് ചെയ്ത് കുറേ മാസങ്ങളൊരു 2-3 മന്ത്സോളം ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അതിൻ്റെ കറക്റ്റ് അതിൻ്റെ ഡയമെൻഷൻസൊക്കെ അത് സ്കൾ എന്ന് വെച്ചാൽ അത് കമ്പ്യൂട്ടറൈസ്ഡ് നമ്മളെ കൊച്ചിൻ്റെ സ്കൾ ഉള്ള തല എടുത്ത് സ്കളിൻ്റെ ഏകദേശം ഷേപ്പൊക്കെ കമ്പ്യൂട്ടറൈസ്ഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ ആ രീതിയിൽ ഒരു മോഡൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. സ്കളില്ലാതെ കുറച്ച് കാലം ജീവിച്ചു, കുറച്ച് നാൾ സ്കളില്ലാതെ ജീവിച്ചു. അത് ഫ്യൂ മന്ത്സ് ജീവിക്കേണ്ടി വന്നു. നമ്മുടെ കൊച്ചിയിലെ എക്സ്ഷോറിൽ ഇതൊക്കെ ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പം നമ്മളത് പുതിയ സംഭവം ആകുമ്പോൾ എന്തായാലും അതിനുള്ള ഫെസിലിറ്റി നമ്മൾ ഉണ്ടാക്കുമെന്നല്ല. അല്ല, ഫെസിലിറ്റീസ് ഉണ്ടായിട്ട് നമ്മൾ ചെയ്യാൻ പറ്റത്തില്ല. അതിന് നമ്മളൊരു ചാലഞ്ച് വരുമ്പോൾ അതിനുള്ള ഫെസിലിറ്റി അതിനുള്ള സാഹചര്യം ഉണ്ടാക്കുമെന്നാണ്. അപ്പം പലരുടെയും ഹെൽപ്പ് സ്വീകരിച്ചാണ്. അപ്പോൾ പലരുടെയും കൺസൾട്ട് ചെയ്ത് പല ഡിഫറെൻറ്റ് ടീപ്സ് ഓഫ് ഡോക്ടേഴ്സിനെ എല്ലാം കൺസൾട്ട് ചെയ്ത് ഇതിൻ്റെ ഈ ഹെഡിൻ്റെ ബയോമെട്രിക്സ് എല്ലാം കറക്റ്റ് സ്റ്റഡി ചെയ്യാൻ അറിയാവുന്ന ആൾക്കാരോടൊക്കെ സംസാരിച്ച് അങ്ങനെയാണ് അത് ഒരു ആർട്ടിഫിഷ്യൽ സ്കൾ ക്രിയേറ്റ് ചെയ്തത്. ഇംപ്ലാന്റ് ചെയ്യുന്നത് അത്ര ഡിഫിക്കൽട്ട് സർജറി ആയിട്ട് നമ്മൾ കാണാറില്ല. അത് ക്രിയേറ്റ് ചെയ്യുന്നതാണ് അതിൻ്റെ ഒരു ഡിഫിക്കൽട്ടി. എന്നിട്ട് അത് സ്കളിൽ ഇംപ്ലാന്റ് ചെയ്ത് ഫിക്സ് ചെയ്തു. ഇപ്പം 3 വർഷമായി. കുട്ടികളിൽ കുഴപ്പമൊന്നുമില്ല. 3700 സർജറി ചെയ്തിട്ടുണ്ട് ഡോക്ടർ. സ്പൈൻ്റെയും ബ്രെയിൻ്റെയും ഒക്കെ സ്പെഷ്യലിസ്റ്റാണ്. 3700 സർജറി ചെയ്തിട്ട് അതൊക്കെ ചെയ്യുന്ന ഒരു ഡോക്ടറിനാണ് ഇത്രയും ചാരിറ്റി പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാരിറ്റി ചെയ്യാൻ ഇത്രയും സമയമൊക്കെ ശരിക്കും സ്പെൻഡ് ചെയ്യണ്ടേ? എന്തൊക്കെ ചാരിറ്റി പ്രവർത്തനമാണ് ഡോക്ടർ ചെയ്യുന്നതെന്ന് അറിയാൻ എല്ലാ ന്യൂറോ സയൻസും അത്രയൊക്കെ കാണും. അവരുടെ ഒരു ലൈഫിൽ ഫുൾ ടൈം ഇങ്ങനെ ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ന്യൂറോ സയൻ എപ്പോഴും അത്ര എമൗണ്ട് അല്ലെങ്കിൽ അത് കൂടുതലൊക്കെ കാണാം. ചാരിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. ചെറുപ്പം മുതലേ ഈ ഫുഡിൻ്റെ നീഡ് നമുക്ക് അറിയാം. ഒരു ഫുഡ് ഇല്ലെങ്കിൽ ആൾക്കാർ എങ്ങനെ ബിഹേവ് ചെയ്യുന്നുള്ളൂ. കാരണം പല ആൾക്കാരും സൈക്കിക് പ്രശ്നങ്ങളുണ്ടാവും. ഈ നമ്മുടെ ഈ വഴിയിലൂടെയൊക്കെ നടന്നു പോകുമ്പം നമ്മൾ സേഫ് ആവാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ ആൾക്കാരുടെ വിശപ്പാണ് ആൾക്കാർ ക്രൈം ചെയ്യാനുള്ള ഒരു ടെൻഡൻസി. ഈ പെറ്റി ക്രൈംസ് ഒക്കെ ഉണ്ടല്ലോ, മാല പറിച്ചുകൊണ്ട് പോവുക, ആൾക്കാരെ പെണ്ണുങ്ങളെ തട്ടിയിട്ടിട്ട് അത് പറിച്ചുകൊണ്ട് ബാഗ് തട്ടി പറിക്കുക. ഇപ്പം എത്രയും ക്രൈംസൊക്കെ ശരിക്കും പറഞ്ഞാൽ വിശപ്പിന് പുറത്ത് വരുമ്പോൾ ആൾക്കാരുടെ മൈൻഡ് സെറ്റ് മാറും. ഭയങ്കര ഒരു ഫുള്ളി അലേർട്ടല്ല അവർ. അപ്പോൾ എപ്പോഴും ഒരു ഭയങ്കര ഇറിറ്റബിളും പിന്നെ എന്താണ് അവർ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം ഫുഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. നമ്മുടെ ബേസിക് നീഡ്സിൽ വെള്ളവും ഫുഡുമാണ് ഫസ്റ്റ് വരുന്നത്. പിന്നെയാണ് ക്ലോത്ത്സും ഷെൽട്ടറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ബാക്കി കോംപ്രമൈസ് ചെയ്തിട്ട് ഫുഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ദിവസം പോലും നിർത്തി വെക്കാൻ പറ്റില്ല. കാരണം അത്രയും ഒരാളെ ഒരു ദിവസം കംപ്ലീറ്റ് ഫുഡ് നിഷേധിച്ചാൽ അത്രയും വിൽ പവർ ഇല്ലെങ്കിൽ അവർക്കത് പിടിച്ചേക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു താല്പര്യം എനിക്ക് മനസ്സിൽ എപ്പോഴും ഉണ്ട്. ഇങ്ങനെ എല്ലാവർക്കും ഫുഡ് കൊടുക്കുന്ന ഒരു ഇത്. അങ്ങനെ പല ഓർഗനൈസേഷനും ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ ഒരു ജെന്യൂൻ ഓർഗനൈസേഷൻ ഇപ്പോൾ ഉള്ള ഒരു സെഹിയോൻ പ്രേക്ഷിത സംഘം എന്ന് പറയുന്ന ട്രസ്റ്റാണ്. ശ്രീ MX ജൂട്ട്സ് എന്ന് പറഞ്ഞ ഒരു ഓട്ടോറിക്ഷക്കാരൻ 28 വർഷം മുമ്പ് തുടങ്ങിയതാണ്. ആദ്യം ഒരു ചെറിയ പൊതിച്ചോറ് ഒരാൾക്ക് കൊടുത്തു തുടങ്ങി. അങ്ങനെ കൂടി പല ആൾക്കാർ ഇങ്ങനെ വന്ന് ന്യൂസിലൊക്കെ എപ്പോഴും പേപ്പറിലൊക്കെ. അതെ. പുള്ളിക്കാരൻ ആ ഏരിയയിൽ ഒരുപാട് പേര് എന്ന് വെച്ചാൽ ആവശ്യക്കാരും ഉണ്ട്. ഈ സംഘടന നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് ഒരുപാട് വോളണ്ടിയേഴ്സ് നമുക്കുണ്ട്, ഒരുപാട് സ്പോൺസേഴ്സ് നമുക്കുണ്ട്. അപ്പോൾ ഇപ്പം നമ്മളൊരു ട്രസ്റ്റായിട്ട് രജിസ്റ്റർ ചെയ്തു. 3 വർഷമായിട്ട് ട്രസ്റ്റായിട്ട് രജിസ്റ്റർ ചെയ്തു. അതിനുള്ള IT ഇൻകം ടാക്സിൻ്റെ ഇത് കൺസെഷൻ കിട്ടാൻ വേണ്ടിയുള്ള അതിനുള്ള ATGയും 12A ഒക്കെ ഉണ്ട്. പിന്നെ ISO സർട്ടിഫിക്കേഷൻ കിട്ടി. അങ്ങനെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ട്രസ്റ്റാണ്. എന്നെ ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുള്ളൂ. അപ്പം ഞാനിപ്പോൾ ഇറങ്ങി പ്രവർത്തിക്കുന്ന ആളല്ല. നമ്മൾ ഇപ്പം എന്നോട് ചോദിച്ചല്ലോ ഇതിനെങ്ങനെ സമയം കിട്ടും. നമ്മൾ ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരാളല്ല. പക്ഷേ ഈ ഓർഗനൈസേഷൻ നല്ല രീതിയിൽ പോകാൻ വേണ്ടി അതിനുള്ള ഹെൽപ്പ്, ബാക്ക് സപ്പോർട്ട്, ഗൈഡൻസ് കൊടുക്കും. അതാണ് അതാണ് ഞാൻ ചെയ്യുന്നത്. പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട്. കാരണം നമുക്ക് ഇഷ്ടം പോലെ സ്പോൺസേഴ്സിന് ആവശ്യമുണ്ട്. അത് എത്ര സ്പോൺസേഴ്സ് കിട്ടിയാലും തികയത്തില്ല. കാരണം 1500 പേർക്ക് ഡെയിലി ഫുഡ് കൊടുക്കുന്നത് വെച്ചാൽ അത്ര ഒരു സിമ്പിൾ ടാസ്ക് അല്ല. അത് രാവിലെ 4 മണിക്ക് തുടങ്ങിയ രാത്രി 11 വരെ പ്രവർത്തനം തുടരും അതിൻ്റെ കൂടെ. അപ്പോൾ അത് കോർഡിനേറ്റ് ചെയ്ത് പോയി വെച്ചാൽ ഗവൺമെൻറ്റ്സിന് ഓരോ നിയമങ്ങളുണ്ട് ട്രസ്റ്റൊക്കെ നടത്തണം. അപ്പോൾ അതെല്ലാം കറക്റ്റ് ഫോളോ ചെയ്ത് അങ്ങനെ പോകാൻ വേണ്ടി അതിൻ്റെ ഗൈഡൻസ്, ഒരു ബാക്ക് സപ്പോർട്ട് മാത്രമേ ഞാൻ ചെയ്യുന്നുണ്ട്. ഫണ്ട് റൈസിംഗ് ഒക്കെ എങ്ങനെയാണ് ഈ ഒരു പല ഓർഗനൈസേഷൻസും നമുക്ക് ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് നമ്മുടെ മുത്തുറ്റം ജോർജ് ഫൗണ്ടേഷൻ നമ്മൾ നന്നായിട്ട്, പിന്നെ റോട്ടറി ക്ലബ്ബ് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള ഓർഗനൈസേഷൻ്റെ സീസർ ഫണ്ട് ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ ഇൻഡിവിജ്വൽ സപ്പോർട്ട് ഒരുപാട് പേരുണ്ട്. പലരും അവരുടെ പേഴ്സണൽ ചെറിയ എമൗണ്ട്. ഇപ്പോൾ ഒരു ചാക്ക് അരി നമ്മൾ പറഞ്ഞാൽ 2000 രൂപയാണ്. ചിലവർ 2000 രൂപ ഒരു മാസം ഒരിക്കൽ തരും, 2000 രൂപ തരും, അല്ലെങ്കിൽ ചാക്കായിട്ട് തന്നെ തരും.
അങ്ങനെ ഓരോ അതിൻ്റെ ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ കളക്ട് ചെയ്യും. ഏത് 1500 പേർക്ക് ഫുഡ് സെർവ് ചെയ്യുക എന്നുള്ളത് സാധാരണ ഒരാൾക്ക് ഫുഡ് സെർവ് ചെയ്യാൻ പരിമിതികളുണ്ടാവാം. പക്ഷേ ഇനിയിപ്പോൾ ഒരാൾക്ക് ഇതിനോട് സഹകരിക്കണമെങ്കിൽ എങ്ങനെയാണ് അതിനോട് സഹകരിക്കാൻ? ഇപ്പം സഹകരണം മെയിൻ ആവശ്യമുള്ള നമുക്ക് ഫൈനാൻഷ്യൽ സപ്പോർട്ട്. ആ രീതിയാണ് നമുക്ക് മെയിനായിട്ട് നമുക്ക് സപ്പോർട്ട് വേണ്ടത്. ഇപ്പോൾ ബ്രെയിനും സ്പൈനും തന്നെയാണ് ഡോക്ടർ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ രാവിലെ കഴിക്കുന്ന ഭക്ഷണം 16 മണിക്കൂർ ഫാസ്റ്റിംഗ് വേണമെന്നൊക്കെ ഇപ്പോൾ കുറേ ചാനലുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ 16 മണിക്കൂർ ഫാസ്റ്റിംഗ് എടുക്കുന്ന ഒരു സമയമാണ്. നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഫാറ്റ് എടുക്കാൻ ആ 16 മണിക്കൂർ ഫാസ്റ്റിംഗ് ആവശ്യമെന്ന് പറയുമ്പോൾ രാവിലെ ഫാസ്റ്റിംഗ് എടുക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഈ 16 മണിക്കൂർ എന്ന് പറയുമ്പോൾ രാവിലെയാണ് എടുക്കൽ പലരും, അല്ലെങ്കിൽ ഒരു ബിസി ലൈഫൊക്കെ ആകുമ്പോൾ. ഈ രാവിലത്തെ ഫുഡ് ബ്രെയിനുള്ള ഫുഡാന്നൊക്കെ പറയലുണ്ട്. ഡോക്ടർക്ക് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താ? ബേസിക്കലി ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു നമുക്ക് 2016 തോന്നുന്നു നോബൽ പ്രൈസ് കിട്ടിയ ഒരു റിസർച്ചാണ്. അതായത് അപ്പോപ്റ്റോസിസ്, നമ്മുടെ ബോഡിയിലെ ഡാമേജ് സെൽസിന് റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്, ഒരു 16 hours ഫാസ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബോഡിക്ക് നല്ലതാണെന്നും അത് ഈ ബോഡിയുടെ റിജുവനേഷൻ ഹെൽപ്പ് ചെയ്യുമെന്നും ഈ ക്യാൻസർ പ്രിക്കേഴ്സസിനെ ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കും എന്നൊക്കെ പറഞ്ഞാണ് റിസർച്ച്. അതിനാണ് നോബൽ സമ്മാനം കിട്ടിയത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് വെച്ച് കഴിഞ്ഞാൽ ഒരു 16 മണിക്കൂർ നമ്മൾ ഫുഡ് ഒഴിവാക്കുക എന്നുള്ളതാണ്. വിസറൽ ഫാറ്റിനൊക്കെ വിസറൽ ഫാറ്റ് റെഡ്യൂസ് ചെയ്യാനും ഒക്കെ വളരെ നല്ലതാണ്. എക്സസ് ഫാറ്റ് നമ്മുടെ ബോഡി എക്സ്ട്രാക്ട് ചെയ്യാൻ തുടങ്ങും അത്രയും ഒരു ഫാസ്റ്റിംഗ് കൊടുത്തു കഴിഞ്ഞാൽ. അത് റെഗുലറായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അത് നമ്മളൊരു എപ്പോഴും ചെയ്യേണ്ട ഒരു സംഭവമൊന്നുമില്ല. നമ്മൾ വൺസ് ഇൻ ഫ്യൂ വീക്സിൽ കുറച്ച് ദിവസങ്ങളൊക്കെ നമ്മുടെ ഇതനുസരിച്ച് നമ്മുടെ മെൻ്റൽ പവർ അനുസരിച്ച് നമ്മൾ ചെയ്താൽ മതി. നമുക്ക് പറ്റത്തില്ലെങ്കിൽ അത് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഡയബറ്റിക് അങ്ങനെയുള്ളവർക്കൊന്നും അത് പറ്റത്തില്ല. ഓൾഡ് ഏജിലൊക്കെ നമുക്ക് ഹെൽത്ത് ഇഷ്യൂസൊക്കെ അങ്ങനത്തെ ഉണ്ടെങ്കിൽ അതൊന്നും പറ്റത്തില്ല. ക്വാണ്ടിറ്റി കുറച്ച് രാവിലെ കഴിക്കാൻ. അതെ. ഈ രാവിലത്തെ ഫുഡ് ബ്രെയിനുള്ള എന്ന് പറയുന്നത് അതൊരു നമ്മൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ ഏറ്റവും ഐഡിയൽ നമ്മൾ ഈവനിങ് ഫുഡ് സ്കിപ്പ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതാണ് ഐഡിയൽ. കാരണം നമ്മുടെ മോർണിംഗ് ഫുഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല ആൾക്കാരും മോർണിംഗ് സ്കിപ്പ് ചെയ്തിട്ടാണ്. അപ്പോൾ അങ്ങനെ സ്കിപ്പ് ചെയ്ത പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഹങ്കറിൻ്റെ പ്രോബ്ലം കാരണം അവർ വർക്കിലെ എഫിഷ്യൻസി ഭയങ്കര കുറയും. അത് അവർ പോലും അറിയത്തില്ല. അവർ ആവശ്യമില്ലാതെ ദേഷ്യപ്പെടുന്നു. പല കാര്യങ്ങളും അവർ കോഗ്നിറ്റീവ് ഫങ്ഷൻസ് ഒന്നും ചെയ്യുന്നില്ല, ഡിസിഷൻസ് കറക്റ്റ് ആവുന്നില്ല, മൈൻഡ് കാമല്ല. ശരിക്കും അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ നന്നായിട്ട് കഴിക്കുക, ലഞ്ചും നമ്മൾ കഴിക്കുക, ശേഷം ഒരു 4 o'clock to നെക്സ്റ്റ് ഡേ 8 o'clock. അതൊക്കെയാണ് നമുക്കൊരു ഏകദേശം ഒരു കണക്ക്. ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ നൈറ്റ് വോമിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ഫാസ്റ്റ് ഫുഡ് കൾച്ചറിൽ നൈറ്റാണ് ശരിക്കും ഫുഡ്. അതെ. ആൾക്കാർ ഇപ്പം നമ്മുടെ കേരളൈറ്റ്സ് മാക്സിമം എൻജോയ് ചെയ്ത് കഴിക്കുന്നത് എപ്പോഴും ഡിന്നറാണ്. കാരണം അപ്പോഴേ ടൈമുള്ളൂ കഴിക്കാനായിട്ട്. പക്ഷേ അത് നമുക്ക് അതിൻ്റെതായ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. നമ്മുടെ ഏറ്റവും കൂടുതൽ ബോഡിയിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഈവനിങ് ഫുഡ് കഴിക്കുമ്പോഴാണ്. കാരണം അതിനുശേഷം ആക്ടിവിറ്റി ഇല്ലല്ലോ. ഈ ഫിസറൽ ഫാറ്റൊക്കെ ഏറ്റവും കൂടുന്നത് ഈ ഈവനിങ് ഫുഡ് കഴിക്കുമ്പോഴാണ്. പലരും അതും എസ്പെഷ്യലി ആൾക്കാർ ജങ്ക് ഫുഡേ കഴിക്കത്തുള്ളൂ ആ സമയത്ത് എൻജോയ് ചെയ്യാൻ വേണ്ടി. അതിന് അതിൻ്റേതായ ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ട്. അപ്പം ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണെങ്കിൽ നമ്മൾ എപ്പോഴും ഡിന്നർ സ്കിപ്പ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു ബോഡിയിൽ ആകെ 1400-1500 ഗ്രാമാണ് ഈ ബ്രെയിൻ എന്ന് പറയുന്നത്. വെയിറ്റ് അത്രയും കുറഞ്ഞൊരു ടോട്ടൽ പ്രവർത്തനം ശരീരം പ്രവർത്തിക്കുന്നത് ഈ ഒരു ജെല്ലി കൊണ്ടാണെന്ന്. അപ്പോൾ ഇതിൻ്റെ സംരക്ഷണമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതത്തിൽ ഡെയിലി ലൈഫിന് മാറ്റം വരുത്തേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? നമ്മൾ ബ്രെയിൻ പവറിൽ നമുക്ക് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ബ്രെയിനിന് വിയർ ആൻഡ് ടിയർ ഉണ്ട്. അപ്പം നമ്മുടെ തലച്ചോറിൽ ട്രില്യൻസ് അല്ലെങ്കിൽ വെച്ചാൽ ബില്യൻസ് ഓഫ് ന്യൂറോൺസ് ഉണ്ട്. പക്ഷേ നമ്മൾ എത്രത്തോളം നമ്മുടെ ന്യൂറോൺസ് ഉപയോഗപ്പെടുത്തും എന്നുള്ളതാണ്. അപ്പോൾ ആൾക്കാർ വിചാരിക്കും തലച്ചോറ് വലുതായി കഴിഞ്ഞാൽ ഇൻ്റലിജൻസ് കൂടുന്നു. അങ്ങനെയല്ല. തലച്ചോറിൻ്റെ ന്യൂറോൺസിൻ്റെ ഫങ്ഷനിങ്ങും അതിൽ തമ്മിലുള്ള കണക്ഷനും എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് അതിൻ്റെ പ്രവർത്തനം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പം ബ്രെയിനിൽ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഹെൽത്തിന് ഏറ്റവും ആവശ്യമുള്ള സംഭവം നല്ല സ്ലീപ്പാണ്, നല്ല ഉറക്കം, സുഖനിദ്ര. 8 മണിക്കൂർ ഉറങ്ങിയാൽ തന്നെ ഈ ന്യൂറോൺസിൻ്റെ റിജുവിനേഷൻ നന്നായിട്ട് നടക്കും. പിന്നെ നെർവ്സിന് ആവശ്യമുള്ള ഈ ന്യൂട്രീഷൻ അതെപ്പോഴും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. എപ്പോഴും നമ്മൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്ത് നമ്മൾ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മൾ അൺനെസറി ആയിട്ട് നമ്മുടെ ബ്രെയിനിനെ ടാക്സ് ചെയ്യുക. എപ്പോഴും നമ്മൾ രാവിലത്തെ ജോലി ചെയ്യുന്നതിന് എപ്പോഴും ഒരു ബാലൻസ്ഡ് ഡയറ്റ് തന്നെ ചെയ്യണം. ആവശ്യത്തിനുള്ള പ്രോട്ടീൻസും ഫാറ്റും കാർബോഹൈഡ്രേറ്റും വെള്ളവും എല്ലാം ചേർന്നൊരു ബാലൻസ്ഡ് ഡയറ്റ് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ എൻഷുർ ചെയ്യുക. പിന്നെ നമ്മൾ ബ്രെയിൻ വർക്കൗട്ട് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ട്. അതായത് നമ്മുടെ ടാലൻസ് അനുസരിച്ച് നമ്മളതിനെ പരിപാലിപ്പിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, നമുക്ക് ഇപ്പോൾ ന്യൂറോൺസൊക്കെ നമ്മൾ ആവറേജ് കണക്കെടുത്ത ഒരു 10% നമ്മൾ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുക, ബാക്കിയൊക്കെ ഡോർമെൻ്റ് ആണ്. നമുക്ക് അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ ഇൻ്റലിജൻസ് ലിമിറ്റൊന്നുമില്ല.
പക്ഷേ നമ്മളെ ഇൻ്റലിജൻസ് എങ്ങനെ നമുക്ക് കൂട്ടാൻ പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഒരാൾ പാട്ടുകാരനാണെങ്കിൽ അയാൾക്ക് ജോലി ഉണ്ടായിരിക്കും, പക്ഷേ പാട്ടുകാരനാണെങ്കിൽ ആ പാട്ട് അയാളുടെ കൂടെ തന്നെ പെർസ്യൂ ചെയ്യുകയാണെങ്കിൽ സംഭവിക്കുന്നത് വെച്ചാൽ ന്യൂറോൺസ് പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. അത് ജോലിയിലും ഹെൽപ്പ് ചെയ്യും. കാരണം ഈ ന്യൂറോൺസിൻ്റെ കണക്ഷൻ പെട്ടെന്ന് ഇമ്പ്രൂവ് ചെയ്യും. അപ്പോൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇഷ്ടമല്ലാത്തൊരു കാര്യം ഇങ്ങനെ ഫോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂറോൺസ് ഡെവലപ്പ് ചെയ്യത്തില്ല. അത് എപ്പോഴും നമുക്കൊരു ഫ്രസ്ട്രേറ്റിംഗ് ആണ്. അപ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി നമ്മളിങ്ങനെ എപ്പോഴും ഉണ്ടായിരിക്കണം. അപ്പം നമ്മൾ നമ്മുടെ ഏത് പഠിക്കുന്ന കുട്ടികളാണെങ്കിലും നമ്മൾ ജോലി സമയത്താണെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു പാഷൻ ഉണ്ടെങ്കിൽ അതിന് ഒരിക്കലും നമ്മൾ സപ്രസ് ചെയ്യില്ല. അതിന് കാശില്ല അതുകൊണ്ട് അത് ചെയ്യേണ്ട എന്നൊക്കെ പറയുന്നത് തെറ്റാണ്. വരയ്ക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട്, നമുക്ക് മ്യൂസിക് ഇൻട്രസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ചുമ്മാ എന്തെല്ലാം പാഷൻസ് ഉണ്ട്. നമുക്ക് പലർക്കും പല പാഷൻസാണ്. അതിന് മണി കൊണ്ടുവരുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനെ സപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഓവറോൾ പെർഫോമൻസ് ഭയങ്കരമായിട്ട് കുറയും. അപ്പോൾ അത് ബ്രെയിൻ വർക്കൗട്ടിൻ്റെ കൺസെപ്റ്റ്. നമ്മൾ ഈ ബിസിനസ്സിലൊക്കെ പറയും പ്രിഫേർഡ് മോഡ് എപ്പോഴും ഓൺ ആക്കി വെക്കാൻ പറയും. എന്താണ് പ്രിഫേർഡ് അത് ചെയ്തുകൊണ്ടിരിക്കുക, മാക്സിമം ചെയ്തുകൊണ്ട്. അതെ. അപ്പോൾ നമുക്കിഷ്ടമുള്ള ഒരു കാര്യം ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. അത് ഒരുപാട് പോസിറ്റീവ് തരും. നമ്മുടെ വർക്ക് എഫിഷ്യൻസി അല്ലെങ്കിൽ നമ്മുടെ പഠിക്കുന്ന കഴിവ്, കുട്ടികൾക്ക് പഠിക്കുന്ന കഴിവൊക്കെ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യും. ഇതിന് വല്ല ഭക്ഷണ ക്രമീകരണങ്ങൾ ഇപ്പോൾ പല പരസ്യത്തിൽ കാണുന്ന കുറേ പ്രൊഡക്റ്റുകളുണ്ട്. ബ്രഹ്മി കഴിച്ചാൽ അതായി അങ്ങനെയൊക്കെ പറയും. അങ്ങനെ ഭക്ഷണം എന്തെങ്കിലും ബ്രെയിനിനെ സപ്പോർട്ട് ചെയ്യുന്ന ഭക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഭക്ഷണം വെച്ച് ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്നതൊക്കെ പറഞ്ഞ ഒരു പൈങ്കിളി കൺസെപ്റ്റ്. അതങ്ങനെ ഒന്നും വലിയൊരു ഡെവലപ്മെന്റ് ഉണ്ടാവത്തില്ല. ബേസിക്കലി നമ്മൾ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി തന്നെയാണ്. അതൊരു വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയുടെ ഒത്തിരി ആൾക്കാർക്ക് കേൾക്കാൻ ഇഷ്ടമുള്ള കാര്യം. കാരണം വേറെ ഒന്നും ചെയ്യണ്ടല്ലോ, ചുമ്മാ പോപ്പ് ചെയ്യും. പിന്നെ ചില ഫുഡ് ഐറ്റംസ് ഒക്കെ കുറച്ച് ബ്രെയിൻ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് ഭയങ്കര ഒരു ചേഞ്ച് വരുന്നില്ല. ഈ ഒമേഗ ഫാറ്റി ആസിഡ്സ്, പിന്നെ ഈ ഗ്രീൻ ടീ, പിന്നെ നമുക്ക് ഈ ബദാം പോലത്തെ നട്ട്സ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. ഒമേഗ ഫാറ്റി ആസിഡ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് കിട്ടുന്ന ഒരു സോഴ്സ് മത്തിയൊക്കെ. അതെ, ഫിഷ്, സ്മോൾ ഫിഷ്, ചെറിയ ഫിഷ്. അതെ, ചെറിയ ഫിഷിൽ നിന്നാണ് അത് കൂടുതൽ വരുന്നത്. അതിൽ തന്നെ നമുക്ക് ഈ വറുത്ത് കഴിച്ചാൽ കിട്ടില്ല എന്ന് പറയണല്ലേ? വറുത്ത് കഴിക്കുന്നില്ല, അത് കൂടുതലും ബോയിൽ ചെയ്ത് കഴിച്ചാലാണ് കറക്റ്റ് കിട്ടുന്നത്. പക്ഷേ അതിന് ടേസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ അതൊരു ഡ്രൈ ഓയിൽലെസ് ഫ്രൈ വല്ലോ അങ്ങനെ വല്ലോ ട്രൈ ചെയ്യാം. ഈ ഓയിലിൽ ഫ്രൈ ചെയ്ത ഒമേഗ ഫാറ്റി ആസിഡ് ഇല്ലാതെ ആയി പോവോ? അല്ല, ഒമേഗ ഫാറ്റി ആസിഡ് ഇല്ലാതായി പോകത്തില്ല. പക്ഷേ അതിൻ്റെ ഒരു മറ്റേ മീറ്റിൻ്റെ ക്വാളിറ്റി കുറയും. കാരണം അത് ഓയിൽ ഫ്രൈ ആയതുകൊണ്ട് അതിൻ്റെ മറ്റ് ഹെൽത്ത് പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഓയിൽ ഫ്രൈ വേണ്ട തന്നെയാണ് ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്നത്. ഓയിൽ അല്ലാതെ ഡ്രൈ അല്ലാത്ത ഫ്രൈ പറ്റുമെങ്കിൽ നമുക്ക് നോക്കാം. അതാണ് നല്ലത്. പിന്നെന്താ ഈ മത്തി സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു വാക്കാണ് മത്തിയിലുണ്ടെന്ന്. വേറെ എന്തിലൊക്കെയാണ് ഈ ഒമേഗ ഫാറ്റി? മത്തി, പിന്നെ നമ്മുടെ ഈ ബെറീസ്, ബ്ലൂബെറി വളരെ നല്ലതാണ്. അല്ലാത്ത ബെറീസൊക്കെ വളരെ നല്ലതാണ്. പിന്നെ ആൽമണ്ട്, ബദാം, അതൊക്കെ നമുക്ക് സോക്ക് ചെയ്ത് കഴിച്ച് കഴിഞ്ഞാൽ ബ്രെയിനിന് വളരെ നല്ലതാണ്. സോക്ക് ചെയ്ത് കഴിക്കാൻ നല്ലല്ലേ? അത് നല്ലതാണ്. അത് കുറച്ചും കൂടെ നല്ല അബ്സോർബ് ചെയ്യാനൊക്കെ നല്ല യൂസ്ഫുള്ളാണ്. പിന്നെ ഈ പ്രോട്ടീൻസ് ഭയങ്കര യൂസ്ഫുള്ളാണ്. കാരണം പല നേഴ്സിൻ്റെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എല്ലാം പ്രോട്ടീൻ പ്രിക്കോഴ്സനാണ്. അപ്പം നല്ല പ്രോപ്പർ പ്രോട്ടീൻ ഡയറ്റ് വേണം. പിന്നെ നമ്മൾ റെസ്വെറാട്രോൾ എന്ന് പറഞ്ഞ കെമിക്കൽ, അത് ഈ ഗ്രേപ്സിലുള്ളതാണ്. അപ്പം ഗ്രേപ്പ് വൈനൊക്കെ യൂഷ്വലി നമുക്ക് ഈ ഡെമൻഷ്യ, അതായത് പ്രായം കൂടുന്നവരും നമ്മുടെ തലച്ചോറ് ചുങ്ങാൻ തുടങ്ങും. ഇപ്പോൾ ഒരു 60-70 എത്തിക്കഴിഞ്ഞാൽ അപ്പോൾ നാച്ചുറലി നമുക്ക് ചെറിയൊരു മെമ്മറി ഡിക്ലൈൻ വരും. നാച്ചുറലാണ്. ആ ഒരു ഡിക്ലൈൻ നമുക്ക് കുറച്ചും കൂടി പോസ്റ്റ്പോൺ ചെയ്യാൻ പറ്റും റെഗുലറായിട്ട് വൈൻ കുടിക്കുന്ന ആൾക്കാർ. അത് ഈ ഫ്രാൻസിലൊക്കെ ആൾക്കാർ റെഗുലറായിട്ട് റെഡ് വൈൻ കുടിക്കും. അപ്പം അങ്ങനെ റെസ്വറേറ്ററുകളൊക്കെ ബ്രെയിനിൽ നല്ലതാണ്. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യും. പക്ഷേ ഫുഡ് എന്ന് പറഞ്ഞാൽ അതൊരു അൾട്ടിമേറ്റ് സൊല്യൂഷൻ അല്ല. അതൊരു ജസ്റ്റ് സപ്പോർട്ടീവ് മാത്രമേ ഉള്ളൂ. ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് വേണ്ടി ബ്രെയിൻ വർക്കൗട്ട് ചെയ്യുക, കറക്റ്റായിട്ട് അതിനെ ഉറക്കുക. എന്നുവെച്ചാൽ ബ്രെയിൻ എപ്പോഴും പ്രോപ്പർ റെസ്റ്റ് കൊടുക്കണം. അതിന് റെസ്റ്റ് കൊടുത്താലേ അത് പിറ്റേ ദിവസം നന്നായിട്ട് പ്രവർത്തിക്കത്തുള്ളൂ. പിന്നെ മറ്റൊരു നല്ല ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ സോഷ്യലൈസിങ്. നമ്മൾ സോഷ്യലൈസ് ചെയ്യുന്ന ആൾക്കാർക്ക് എപ്പോഴും ഇൻ്റലിജൻസ് കൂടുതലായിരിക്കും. കാരണം അവരെപ്പോഴും ഹാപ്പി ആയിരിക്കും, ആൾക്കാരോട് സംസാരിക്കുന്നു, വളരെ എഫർട്ട്ലെസ് ആയിട്ട് ഇൻഫർമേഷൻ അവിടെ നിന്ന് ഷെയർ ചെയ്യുന്നു. അങ്ങോട്ട് നമ്മൾ കാര്യങ്ങൾ പറയുന്നു, ഇങ്ങോട്ട് പറയുന്നു, നമ്മൾ ചിരിക്കുന്നു, കളിക്കുന്നു. അപ്പോഴേക്കും അത് ബ്രെയിനൊക്കെ ഭയങ്കര റിജുവനേഷനാണ്. നമ്മൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും. അവരുടെ ഈ റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ട് ലോൺലി ലൈഫ് ലീഡ് ചെയ്യുന്ന ആൾക്കാർക്ക് മെമ്മറി ഡിക്ലൈൻ ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. അവരെപ്പോഴും പെട്ടെന്നൊരു എല്ലാ കാര്യങ്ങളും പറയും. പക്ഷേ എപ്പോഴും ആക്റ്റീവായിരിക്കുന്ന ആൾക്കാർക്ക് എപ്പോഴും ഷാർപ്പായിരിക്കും കുറച്ചും കൂടി. അവരെപ്പോഴും ഇങ്ങനെ ഈ രാഷ്ട്രീയക്കാർക്കൊക്കെ കുറേ ആയുസ് കിട്ടുന്നതും അതെ ആക്റ്റീവായിരിക്കുന്നു. പക്ഷേ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കും. അതാ ബ്രെയിൻ വർക്കൗട്ട്. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുക. റിട്ടയർമെൻറ്റ് കഴിയുമ്പം പിന്നെ നമുക്ക് പെൻഷൻ ഉണ്ടല്ലോ, പിന്നെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുമ്പോഴേക്കും റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ട് ശരിക്കും പണിയെടുക്കണ്ടല്ലേ ബ്രെയിനിന് വേണ്ടിയിട്ട്. ബ്രെയിനിന് വേണ്ടി പണിയെടുക്കുന്ന ബ്രെയിൻ വർക്കൗട്ട് സ്ഥിരം ചെയ്യുക. പിന്നെ ബ്രെയിനിനെ ഇങ്ങനെ നെർവ്സിനെ ഇങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. സോഷ്യൽ ആക്ടിവിറ്റീസോ ഇഷ്ടമുള്ള കാര്യങ്ങൾ, പ്രസംഗിക്കാൻ പോവോ, എന്തെങ്കിലും കാര്യം ഇഷ്ടമുള്ള ആൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം. അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. ട്രാവലൊക്കെ ഭയങ്കര നല്ലൊരു ഇതാണല്ലോ. അങ്ങനത്തെ പല കാര്യങ്ങൾക്കും ചെയ്യുക. അപ്പോൾ സോഷ്യലൈസിങ് എപ്പോഴും ഒരു ഭയങ്കര സ്ട്രോങ് ടൂളാണ് ബ്രെയിൻ. വീണ്ടും ഈ ചാരിറ്റിയിലേക്ക് ഒന്നും കൂടി വരികയാണ്. സ്പൈനെ കുറിച്ചിട്ടും കൂടുതൽ അറിയണമെന്ന് ആഗ്രഹമുണ്ട്. നമ്മളിപ്പോൾ ഈ കുറേ ചാരിറ്റിയൊക്കെ ആളുകൾ ചെയ്യുന്നത്, ഞങ്ങളിപ്പോൾ റോട്ടറിയായിട്ട് ബന്ധപ്പെട്ടിട്ട് വേറെ ക്ലബ്ബായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറേ ആക്ടിവിറ്റീസ് നടത്തുന്നുണ്ട്. നമ്മൾ തന്നെ സെൽഫായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ
ചാരിറ്റി ചെയ്യുന്നത് എങ്ങനെയാണ് സെൽഫായിട്ട് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആവുന്നത്? ഡോക്ടർ സ്റ്റേറ്റ്മെന്റ് എവിടെയോ വായിച്ചിട്ടോ എവിടെയോ കേട്ടിട്ടുണ്ട് ഞാൻ. അങ്ങനെയല്ല, ചാരിറ്റി എന്ന് പറഞ്ഞാൽ അതിനൊരു രീതിയുണ്ട്. ചാരിറ്റി അതിന് 3 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാരിറ്റി അതിൻ്റെ കറക്റ്റ് ബെനിഫിഷ്യറിലേക്ക് എത്തണം. അത് ചുമ്മാ കള്ളുപിടിച്ച് നടക്കുന്ന ജോലിയില്ലാതെ ഒരുത്തന്നെ കൊണ്ടുപോയി കുറേ ഭക്ഷണം മേടിച്ച് കൊടുക്കുന്ന ചാരിറ്റി അല്ല. നമ്മൾ അവനെ സ്പോയിൽ ചെയ്യുക ചെയ്യുന്നത്. നമ്മൾ കൊടുക്കുന്ന അമൗണ്ടിന് അങ്ങേർക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവും. അതിൻ്റെ ഫ്യൂച്ചറിലേക്ക് അതിന് ഹെൽപ്പ് ചെയ്യും. വീട് പണിത് കൊടുക്കുക, വീടില്ലാത്തവന് വീട് പണിത് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ജോലി ഉണ്ടാക്കി കൊടുക്കുക. അതൊക്കെയാണ് ചാരിറ്റിയുടെ കൺസെപ്റ്റ്. അപ്പം നമ്മുടെ ബെനിഫിഷ്യറിക്ക് ബെനിഫിറ്റ് ചെയ്യുന്നുള്ളത് പ്രയോറിറ്റി ബെനിഫിഷ്യറി. ബെനിഫിഷ്യറി കറക്റ്റായിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ചില ആൾക്കാർ ഭയങ്കരമായിട്ട് ചാറ്റ് മൈൻഡ് കയറി ചുമ്മാ കിടന്ന് എന്തെങ്കിലും കൊടുത്തുകൊണ്ടിരിക്കും. അത് കുറേ കഴിയുമ്പോഴാണ് മനസ്സിലാക്കുന്നത് അവരെ നമ്മൾ മിസ്യൂസ് ചെയ്യാന്നുള്ളത്. അത് സംഭവിക്കില്ല. അത് നമ്മുടെ മണി വെറുതെ പോവാണ്. കാരണം യഥാർത്ഥ ഒരാൾ അറിയപ്പെടാതെ കിടക്കുകയും ഇത് ആലോചിച്ച് ഇതിനു വേണ്ടി പരിശ്രമിക്കുന്ന ആളുകൾക്ക് ചാരിറ്റി. റിയൽ ബെനിഫിഷ്യറീസ് ഒരുപാട് പേരുണ്ട്, പക്ഷെ അവർ മിക്കവാറും സൈലന്റ് ആയിരിക്കും. ഈ മിസ്യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് പുറത്ത് ഇപ്പോൾ ഇങ്ങനെ വെച്ചുകൊണ്ട്. അതായത് തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നും കർണാടകയിൽ നിന്നൊക്കെ ഈ മലപ്പുറം ഭാഗത്തേക്കൊക്കെ പർദ്ദയിട്ടിട്ട് കുറെ ആളുകൾ വരും. ഒരു സക്കാത്തിന് വേണ്ടിയിട്ട് നോമ്പ് സമയങ്ങളിൽ വരാറുണ്ട്. നമ്മൾ ബെഗേഴ്സിനെ ഒന്നും നമ്മൾ അത് എന്റർടൈൻ ചെയ്യില്ല. കാരണം അത് ചാരിറ്റി അല്ല. കാരണം അവർ ദേ ആർ മിസ്യൂസിങ് സൊസൈറ്റി. അത് അവരുടെ ബിസിനസ്സാണ്. അത് അവരെ മിസ്യൂസ് ചെയ്യുന്നുണ്ട്, അവർ നമ്മളെ മിസ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ബെഗേഴ്സിനെ എൻ്റർടൈൻ ചെയ്താൽ നമ്മുടെ കുട്ടികൾക്ക് റിസ്ക് ആണ്. കാരണം ഇവരെല്ലാം ക്രിമിനൽ മൈൻഡ് ഉള്ളവരാണ്. അപ്പം ബെഗേഴ്സിനെ ഒരു കാരണവശാലും നമ്മൾ എൻ്റർടൈൻ ചെയ്യില്ല. അവരെ റീഹാബിലിറ്റേറ്റ് ഉള്ള സ്കീംസൊക്കെ ഗവൺമെൻറ് ഉണ്ട്, അത് അവർ ചെയ്യുക. നമ്മൾ വെറുതെ ഇത് കൊടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അവർ പിന്നെ നമുക്ക് സൊസൈറ്റിയിൽ ന്യൂസൻസായി മാറും. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്ന് വെച്ചാൽ ബെനിഫിഷ്യറി കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ്. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ചാരിറ്റി എല്ലാവർക്കും കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ ഇൻകം നോക്കി നമ്മൾ ആ ഒരു ലെവൽ എത്തിക്കഴിഞ്ഞാലേ ചാറ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ. കാരണം നമുക്ക് എപ്പോഴും നമുക്കൊരു ബേസിക് എക്സ്പെൻസ് ഉണ്ട്, നമുക്കും നമ്മുടെ ഫാമിലിക്കും. ചില ആൾക്കാരുണ്ട് ഒരു ഇൻകം ബില്ലും കിട്ടുന്ന മുഴുവൻ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. അങ്ങനത്തെ ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെപ്പോഴും അവരെയും അവരുടെ സ്വന്തക്കാരെയും എൻഡേഞ്ചർ ചെയ്യുക. കാരണം അവരുടെ സ്വന്തം എല്ലാം കളഞ്ഞു കഴിഞ്ഞാൽ അവരെ സ്വയം എൻഡേഞ്ചർ ചെയ്യുക. അതൊരു നല്ലൊരു രീതിയല്ല, അതൊരു ബ്രെയിൻ്റെ ഡിഫക്റ്റാണ്. എനിക്ക് 5 സെന്റ് സ്ഥലം ഉണ്ടായിരുന്നു, അത് എടുത്ത് കൊടുക്കുന്നത്. അങ്ങനെ പലരും ആൾക്കാരുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ബ്രെയിൻ ഡിഫക്റ്റാണ്, ഓവർ ചാരിറ്റി. അത് ശരിക്കും ഒരു സൈക്കട്രിക് ഇൽനെസ് ആണ്. ഇങ്ങനെ കിട്ടുന്ന മുഴുവൻ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അവരവരുടെ കുടുംബം മൊത്തം നശിപ്പിക്കും. അത് ചെയ്യാൻ പാടില്ല. നമുക്കൊരു ബേസിക് ഇൻകം എത്തിക്കഴിഞ്ഞാലേ നമ്മളത് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അതിൻ്റെ നമ്മൾ അസസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കണക്കെന്ന് വെച്ചാൽ നമ്മളിപ്പം ടാക്സ് പേയേഴ്സ് ആണ് നോക്കുക. നമ്മൾ ഇന്ത്യയിലെ കണക്ക് നോക്കാം. ടാക്സ് പേയേഴ്സ് ആണ് നോക്കി കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഒരു 8 തൊട്ട് 10% പേരാണ് ടാക്സ് പേ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കണക്ക് നോക്കുകയാണെങ്കിൽ അപ്പോൾ അതിൻ്റെ ടാക്സ് പേയേഴ്സിൻ്റെ മന്ത്ലി ഇൻകം എന്തായിരിക്കും? ഇപ്പോഴത്തെ ഇതിനനുസരിച്ച് 25,000 റുപ്പീസാണ് അല്ലേ? അല്ലെങ്കിൽ ഒരു 25,000 to 30,000 കൂട്ടിക്കുക. അപ്പോൾ ഒരു 3 to 3.6 lakhs ആനുവൽ ഇൻകം ഉള്ളവരാണ് ഇപ്പം ടാക്സ് പേയേഴ്സ്. നമ്മൾ ടാക്സ് പേയേഴ്സ് ആണെങ്കിൽ നമ്മൾ ചാരിറ്റി ചെയ്യുന്നുണ്ട്. കാരണം വി ആർ കോൺട്രിബ്യൂട്ടിങ് ടു ദ കൺട്രീസ് ഗ്രോത്ത് അല്ലേ? അപ്പം നമ്മൾ 10% ഉള്ളൂ. ബാക്കി 90%ഉം നമ്മൾ ഡിപ്പെൻഡൻസ് ആണ്. നമ്മൾ 10% ഉള്ളൂ. എന്നുവെച്ചാൽ ഒരു 25,000 മുകളിലുള്ളവർ എന്ന് പറഞ്ഞാൽ നമ്മൾ 25,000 സാലറി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ ഇന്ത്യയിലെ ടോപ്പ് 10 റിച്ച് ആൾക്കാരിൽ പെട്ടു. അതാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായില്ല? അപ്പോൾ അവരാണ് ടാക്സ് പേയേഴ്സ്. അവർ ടാക്സ് ഒരു ചാരിറ്റിയാണ്, കോൺട്രിബ്യൂട്ടിങ് ടു ദ ഗ്രോത്ത് ഡെവലപ്മെൻറ്റ് ഓഫ് ദ നേഷൻ. പിന്നെ നമ്മൾ 1% എന്ന് പറഞ്ഞാൽ കണക്കനുസരിച്ച് ഒരു 56 lakhs per year ആനുവൽ ഇൻകം ഉള്ളവരാണ് ഏകദേശം ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഒരു 54-56 ആ റേഞ്ച് ഉള്ളവർ. എന്ന് വെച്ചാൽ 4.5 ലക്ഷം അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ 1% എത്തി. 1.4 ബില്യൺ ജനങ്ങളല്ലേ ഇന്ത്യയിലുള്ളത്. അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ 1% എന്ന് വെച്ച് കഴിഞ്ഞാൽ 1.4 crore ജനങ്ങൾ, അവർക്കാണ് ആനുവൽ ഇൻകം 56 ലക്ഷം ഉള്ളത്. പിന്നെ 0.1% റിച്ച് പീപ്പിളുണ്ട്. അവരുടെ ആനുവൽ ഇൻകം എടുക്കുകയാണെങ്കിൽ ഒരു 2.5 മുതൽ 3 കോടി ആനുവൽ ഇൻകം വരും. അപ്പോൾ നമ്മൾ ഈ ചാരിറ്റി നമ്മുടെ ഇൻകം കൂടുന്നതനുസരിച്ച് നമ്മൾ ചാരിറ്റി ചെയ്യാവോ? നമ്മുടെ സെൽഫ് റിലയൻ്റ് ആയിട്ട് ശേഷം ചാരിറ്റി ചെയ്താലേ നമുക്കും യൂസ് ഉള്ളൂ, ബാക്കിയുള്ളവർക്കും യൂസ് ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചാരി കൂടുന്നതനുസരിച്ച് നമുക്ക് കൂടുതലുള്ളൂ ചാരിറ്റി കൊടുക്കാം. ഒരു 1 crore മന്ത്ലി ഇൻകം ഉള്ള ഒരാൾക്ക് വേണമെങ്കിൽ 30% ചാരിറ്റി കൊടുക്കാം.